അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങൾ അവരോടൊപ്പം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അമ്മ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാം. പക്ഷെ വീട്ടിൽ ചെന്നാലേ ഇവരുടെ വിധം ഇനിയും മാറും. അതെ, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത കേസാ ഈ ശ്രീധന പ്രശ്നം. ഒരു 10 കൊല്ലം വരെ കഠിന തടവ് ഉറപ്പാ. മര്യാദക്കിരുന്നാൽ രക്ഷിക്കാൻ ഞങ്ങളൊക്കെ കാണും. ഇല്ലെങ്കിൽ ഗോതമ്പുണ്ടേ നിന്ന് അഴി എണ്ണേണ്ടി വരും. ഇനി ഞാനൊരു തെറ്റും ചെയ്യൂല. ചെയ്താൽ ഗോതമ്പുണ്ട, അത്ര തന്നെ. എല്ലാം എടുത്തോണ്ട് പോയപ്പം ചിലത്തൊക്കെ സമാധാനായല്ലോ. സ്വയം വരുത്തി വെച്ച വിനയല്ലേ, ഇനി കേസ് നൂലാ മലയാളം വേറെ വരും. നീ എന്നെ പേടിപ്പെടുത്തണോ? ചില ഐശ്വര്യം കെട്ട എണ്ണങ്ങൾ വീട്ടിൽ കാലെടുത്ത് കുത്തിയാ ആ വീട് മുടിയും. ആരാടി ഐശ്വര്യം കെട്ടത്? ഞാനോ? ദേ, എന്നെ എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ, നീ എന്ത് ചെയ്യും? ഈ കുറച്ചു ദിവസമായി ഞങ്ങളെ തോളത്ത് കയറിയിരുന്ന് ചെവി കടിക്കാൻ തുടങ്ങിട്ട്. കൂടുതൽ വിളഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ. അതെ, കൊന്നുകളാരും മടിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കരുതി തന്നെ ജീവിക്കണത്. നിന്നെ കൊല്ലണമെന്നുണ്ടെങ്കിലേ നീ എത്ര കരുതിയിരുന്നാലും ഇരു ചെവി അറിയാതെ നിന്നെ ഇല്ലാതാക്കാൻ എനിക്കറിയാം. എന്റെ മോനെ കൊണ്ട് നിന്നേക്കാൾ കഴിവുള്ള വലിയ ഇടത്തുനിന്ന് കെട്ടിക്കാനും എനിക്കറിയാം. ഇവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? സ്ത്രീധനമായിട്ട് കുറെ എണ്ണി വാങ്ങിച്ചില്ലേ? അതിന്റെ നന്ദി എങ്കിലും കാണിച്ചൂടാ. എണ്ണി വാങ്ങിച്ചൊക്കെ എടുത്തോണ്ട് പോയില്ലേ? വീട്ടിൽ ചെന്ന് കുറച്ചുകൂടെ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് വിലച്ചാ മതി. എന്റെ വീട്ടിൽ നിരന്ന് മേടിച്ച കാശിന്റെ പലിശയും കൂടി ചേർത്താ നീയും നിന്റെ പണിയില്ലാത്ത ഭർത്താവ് 3 നേരം വെട്ടി വിഴുങ്ങി ഇവിടെ കഴിയണത്. അങ്ങനെ തന്നെയാണ് ഞാൻ കഴിയുന്നത്. നിന്റെയൊക്കെ ദുരഭിമാനത്തിന്റെ പേരിൽ എനിക്കുണ്ടായിരുന്ന മാന്യമായ ജോലി ഇല്ലാതാക്കി എന്നെ വീട്ടിലിരുത്തിട്ട് ആരെങ്കിലും സത്യം തുറന്നു പറയുമ്പോ നിനക്ക് നിന്റെ തള്ളക്ക് സഹിക്കണില്ലല്ലേ? നിനക്ക് എന്താ അർഹതയുണ്ടോ എന്റെ മോളെ അടിക്കാൻ? ഞാനുള്ള ഭർത്താവായതുകൊണ്ട്. തന്റെ ഉള്ള ഒരു ഭർത്താവിന്റെ വില നിങ്ങൾക്ക് അറിയില്ലല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ ഞാൻ ഇവിടെ കരണത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ പണ്ടേ ഒതുങ്ങിയാണ്. അതിന് ഇനിയും സമയം വൈകിട്ടില്ല. എന്നെ എന്റെ മക്കളെയും ഭരിക്കാന്ന് ആരും കരുതണ്ട. നിങ്ങളുടെ മോളുടെ കൈ എന്റെ കരണത്ത് വീണിട്ടുണ്ടെങ്കിൽ ഞാനതിന് പകരം ചോദിക്കും. നോക്കിക്കോ. സ്ത്രീധനം മേടിച്ച കുറ്റത്തിന് ദാശായണിയമ്മ കോടതി വരാന്ത നിരങ്ങി നടക്കുന്നത് കണ്ടില്ലേ? അതുപോലെ നിങ്ങളും നടക്കും. ഇവിടുന്ന് പിടിച്ചെടുത്ത സ്വർണം മുഴുവൻ എന്നെ പീഡിപ്പിച്ച് വാങ്ങിയതാണെന്ന് കോടതി ഞാൻ മൊഴി കൊടുത്തു. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടിനെയും ഞാൻ കമ്പിയിൽ എണ്ണിക്കും. ഇനി എത്ര നല്ല സമയമായാലും രാജയോഗമായാലും ജയില് തന്നെയാ. ശിക്ഷയ്ക്കും മേളമുണ്ടാവില്ല. എന്റെ ഈ കൊക്കില് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിനെയും ഞാൻ കമ്പിയിൽ എണ്ണിക്കും. ഇനി എത്ര നല്ല സമയമായാലും രാജയോഗമായാലും ജയില് തന്നെയാ. ശിക്ഷയ്ക്ക് ഇളവുണ്ടാകുകയില്ല. മോളെ രേഖേ, രേഖേ, മോളെ രേഖേ, അയ്യോ രേഖേ, അയ്യോ രേഖേ, അയ്യോ എന്താ? എനിക്ക് വല്ലാത്തൊരു വിമിഷ്ടം. കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിത്ത ആവി പിടിക്കണം. ഇറങ്ങി വരാല്ലേ പറഞ്ഞു. അവക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ആർക്ക് എന്താ സംഭവിച്ചത്? അതെ, പ്രേമേന്ദ്രൻ കണ്ടതുകൊണ്ട് ഇവിടെ ആർക്കൊന്നും സംഭവിച്ചില്ല.
കൊല്ലാൻ വേണ്ടിയാണല്ലേ കള്ളസ്നേഹം കാണിച്ചുകൊണ്ട് എന്റെ ഭാര്യ വിളിച്ചത്? ശാലം, രേഖേ, വേണ്ട, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. മോഹൻ എന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്രീധരമായി തന്ന ആ കാറും എടുത്ത് ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങണം. മോനാ, നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ഇപ്പൊ എനിക്ക് പേടിയാ. ഒരു നിമിഷം പ്രേമൻ അത് കണ്ടില്ലായിരുന്നെങ്കിൽ കത്തിക്കരിഞ്ഞ എന്റെ ഭാര്യയുടെ ശവം എനിക്ക് കാണേണ്ടി വന്നേനെ. ഇനി ഒരിക്കലും ഒരു അമ്മ മകൻ ബന്ധവും പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുത്. പാടി. എന്താടി തള്ളയും കെട്ടിപ്പിടിച്ചെന്ന് മോങ്ങുന്നത്? നിന്റെ അമ്മയ്ക്ക് സ്വന്തത്തിന്റെയും ബന്ധത്തിന്റെയും വില അറിയില്ല. ആളെ കൊല്ലാൻ വരെ മടി കാണിക്കാത്ത സ്ത്രീയാ. വേണ്ട, നിങ്ങൾ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഇത്രയും കാലം എന്നെ കൂട്ടിലിട്ട് വളർത്തിയതിന് നന്ദി. കൂടും തകർത്ത് ഞാൻ പോവാ. പാടി. അമ്മ ഒറ്റയ്ക്കാവില്ലേ? അമ്മ പോയി എടുത്തോണ്ട് പാടി പറ്റി കിടക്കും. ഇനി അവൾ എന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിൽ കഴിഞ്ഞാ മതി. ഇനി ഇവിടെ നിന്നാലേ വേണ്ട. പ്രേമേന്ദ്ര, എന്നോട് ക്ഷമിക്ക്. ഞാൻ ചേട്ടാ, ഓ എന്റെ കല്യാണത്തിന് ശ്രീധരമായി തന്ന കാറിന്റെ കീ ഇതെടുത്ത് പലയിടത്ത് വെച്ചോ. പ്രേമേന്ദ്ര, പുറകെ നിന്ന് വിളിക്കരുത്. അവര് മുന്നിൽ നിന്നാലും പിന്നിൽ നിന്നാലും ശകുനപ്പിഴയാ. തിരിഞ്ഞു നോക്കാതെ പാടി. മക്കളെല്ലാവരും എല്ലാം ഇട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോയല്ലേ? ഞാനും ഇറങ്ങുക. അടുത്തു. ഇതുവരെ നിന്നെയൊക്കെ സഹിച്ചിരുന്നത് എന്റെ മക്കളെ ഓർത്തിട്ടാ. അന്ന് പ്രേമേന്ദ്രനെ നീ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോ ഇതുപോലെ ആ ടീച്ചറുടെ ഹൃദയവും വേദനിച്ചിട്ടുണ്ടാവും. ഇതവരുടെ ശാപമാ. ഇത്രയും ക്രൂരയാവാൻ കഴിഞ്ഞ നീ ഗതി കിട്ടാതെ അലയും. ആരാത്? പ്രേമനോ? നീ എന്താടാ മോനെ അവിടെ നിക്കണേ? കേറി വാടാ. ചെയ്തു പോയ തെറ്റുകൾ പൂർണ്ണമായിട്ടും ബോധ്യമായി. എന്റെ കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. മാപ്പ് കൊടുക്കാൻ അമ്മ തയ്യാറാണെങ്കിൽ അകത്തേക്ക് വാ മോളെ. ആ ഒരു കാര്യം മനസ്സിലായി. അച്ഛ വീട്ടിൽ കിടന്ന പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന്. എനിക്കും ഇവിടെ ഒരു പട്ടിയുടെ വില ഉണ്ടാവുമല്ലേ? ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. ഞാനൊരു പിശുക്കനാണെന്ന് എല്ലാവരും പറയുന്നേ. ശരിയാ, പിശുക്കൻ തന്നെയാ. ഇത് കണ്ടോ, സർവീസിലിരുന്ന കാലത്ത് ഞാൻ മിച്ചം വെച്ച കാശാ. എന്റെ മരണശേഷം ഞാൻ ആർക്കും ഒരു ബാധ്യതയാകാതിരിക്കാൻ എന്റെ ശേഷക്രിയക്ക് വേണ്ടി കരുതിയ പണമാണിത്. ഇതെല്ലാം നീ എടുത്തു. എനിക്ക് നിന്നെ വലിയ ഇഷ്ടാ. നീ രക്ഷപ്പെടും. ഇത് വെച്ച് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് നീ തുടങ്ങണം. ഞാനിത് വാങ്ങിച്ചോട്ടെ? വേണ്ട ശേഖരേട്ടാ, പണവും സ്വർണവും കാണുന്നത് തന്നെ എനിക്കിപ്പോ പേടിയാ. കൂടുതലൊന്നും നമുക്ക് വേണ്ട. ജീവിക്കാനുള്ള മാർഗം മാത്രം മതി. അത് നമ്മൾ അധ്വാനിച്ചാൽ ഉണ്ടാകുമല്ലോ. നീ തന്നെയാണോ ഈ പറയുന്നത്? മുത്തശ്ശ, സന്തോഷായി. ഈ സ്നേഹം മാത്രം മതി എന്നും എനിക്ക്. ഞങ്ങള് നാളെ തന്നെ ഇവിടുന്ന് പോവുക. എങ്ങോട്ട്? എല്ലാം നേർവഴിക്കായില്ലേ? ഇനി നമുക്കൊരു വഴി ഈശ്വരൻ കാണിച്ചു തരും.
ഈ അമ്മയെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു പോകാൻ ആരാ പറഞ്ഞത്? എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. ഈ മനസ്സിന്റെ ഒരു വാതിലും ഒരിക്കലും അടച്ചിട്ടില്ലല്ലോ. അകന്നു നിൽക്കുമ്പോ സ്നേഹബന്ധത്തിന് ആക്കം കൂടും. നിങ്ങളെല്ലാവരും എന്റെ സ്വന്തമാണെന്ന് കരുതിയ സ്വത്തും പ്രതാപവും ഒക്കെ നഷ്ടമായപ്പോ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യയെ കിട്ടി. അഹങ്കാരം ലവലേശമില്ലാതെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നല്ല നേരത്തെ ഒരു ശകുനപ്പഴ വരുന്നുണ്ട്. ടീച്ചറെ, എന്നോട് പൊറുക്കണം. സ്വർഗം പോലുള്ള ഈ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മകനെ പറിച്ചെടുത്തോണ്ട് പോയപ്പോ നിങ്ങൾക്കുണ്ടായ വേദന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് എനിക്ക് ആരുമില്ല. എന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് എല്ലാരും എന്നെ ഇട്ടേച്ചു പോയി. ഇനി എനിക്ക് മക്കളെന്നോ മരുമക്കളെന്നോ പക്ഷാഭേദം ഉണ്ടാവില്ല. എല്ലാവരും എനിക്ക് മാപ്പ് തന്ന് എന്റെ മക്കളെ എന്റെ കൂടെ അയക്കണം. എന്നെ ഉപേക്ഷിക്കരുത് ടീച്ചറെ. ചെയ്ത കുറ്റം മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാപപരിഹാരം. നിങ്ങളെ ആരും ഉപേക്ഷിക്കില്ല. ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. എനിക്കിനി വയ്യ. നിന്നോടൊപ്പം ഒരു മാസം താമസിച്ചിട്ട് പോകാമെന്നതാ ഞാൻ. നാടകങ്ങളിലേക്കൊക്കെ കൂട്ടുനിന്നിട്ടേ എന്റെ വിസയുടെ കാലാവധി തീരാറായി. എന്റെ മോളെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു അല്ലേ? ശേഖരൻകുട്ടിക്ക് ഇവനെ ആഗ്രഹിച്ച പോലുള്ള ഒരു നല്ല ഭാര്യയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവൻ നിർദ്ദേശിച്ച പ്രകാരം എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. നിന്നെ നേർവഴിക്ക് കൊണ്ടുവരാനായി എനിക്ക് ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യേണ്ടി വന്നു. നിങ്ങൾ എല്ലാവരും എന്റേതെന്ന് കരുതിയ സ്വത്തുക്കളൊന്നും എന്റേതല്ല കേട്ടോ. എല്ലാം ഈ ശേഖരൻകുട്ടിയുടെ തന്നെയാ. പിന്നൊരു കാര്യം, എല്ലാം തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞപ്പോ വീണ്ടും പഴയതുപോലെ ആവൂ. ദൈവമേ, അടുത്ത കക്ഷി. ഈ പ്രാവശ്യം ഇവള് വഴക്കൂടി വന്നതല്ല. എന്റെ കഷ്ടകാലം ഒക്കെ മാറി. എന്റെ ദൈവമേ നന്ദി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. അവിടെ നില്ല്. ഇവരൊരു ബെസ്റ്റ് ശകുനമാ. ഇത് കണ്ടിട്ട് പുറത്തോട്ടിറങ്ങിയ വിജയം ഉറപ്പാ.